Hi students, all of you are welcome to Botany online class. ഫസ്റ്റ് ഇയറിലെ ബയോളജി ടെക്സ്റ്റിൽ ആകെ 22 ചാപ്റ്ററുകളുണ്ട്. അതിൽ 11 ബോട്ടണിയും 11 സുവോളജിയും. ഇനി എന്താണ് ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ 10ാം ക്ലാസ് വരെ ബയോളജി എന്ന് മാത്രം പറഞ്ഞാണ് പഠിക്കുന്നത്. ഒറ്റ ടെസ്റ്റ് ബയോളജി. ഇപ്പോഴും +1 ഒറ്റ ടെക്സ്റ്റ് തന്നെ, പക്ഷേ 2 പാർട്ടാക്കി പഠിക്കും, ബോട്ടണി എന്നും സുവോളജി എന്നും. ഇനി എന്താണ് ബോട്ടണി എന്ന് പറഞ്ഞാൽ? ബോട്ടണി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. സയൻസിൻ്റെ തന്നെ ഒരു ശാഖയാണ്, പക്ഷേ അതിൽ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ശാസ്ത്രശാഖ, അതിനെയാണ് ബോട്ടണി എന്ന് പറയുന്നത്. ഇനി എന്താണ് സുവോളജി എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഓൾസോ എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ആനിമൽസ്. ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സുവോളജി. അപ്പോൾ നിങ്ങൾ ഇനി ബയോളജിയെ 2ആക്കിയാണ് പഠിക്കുന്നത്, ബോട്ടണി എന്നും സുവോളജി എന്നും. നമ്മുടെ ടെക്സ്റ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ആ ചാപ്റ്ററിൻ്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? വർഗീകരണം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ വർഗീകരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ വർഗീകരണം പഠിച്ചത്? ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അതായത് സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ സാമ്യതകളുടെയും വ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കും, വെവ്വേറെ ഗ്രൂപ്പുകളാക്കി തിരിക്കും. അത് നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് വർഗീകരണം അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ശാസ്ത്രീയമായ ഒരു ക്രമീകരണം. എന്തിൻ്റെ? പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും. എന്തിൻ്റെ ബേസിലാണ്? അവയുടെ സിമിലാരിറ്റീസിൻ്റെയും ഡിഫറൻസസിൻ്റെയും, അതായത് സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി ക്രമീകരിക്കും. അതിനെയാണ് വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ അരിസ്റ്റോട്ടിൽ. കേട്ടിട്ടില്ലേ? അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, ഒരു വർഗീകരണമൊന്നുമില്ല. സസ്യങ്ങൾ, ജന്തുക്കൾ അങ്ങനെ കുറേ അറിയാമെന്നുള്ള അല്ലാതെ ഒരു തരംതിരിവ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ വ്യക്തി എന്ന നിലയിൽ അരിസ്റ്റോട്ടിലിനെ നമ്മൾ ബയോളജിയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. അരിസ്റ്റോട്ടിൽ വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ബയോളജി. ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചതെന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. എന്താണ് മോർഫോളജി? പുതിയ കുറേ വാക്കുകളുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ആയാലും അനിമലായാലും അതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള അപ്പിയറൻസ്. എന്താണ് എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്ന ഭാഗങ്ങൾ. ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറമേ എന്തൊക്കെ കാണാൻ പറ്റും? അതിന് ഇലയുണ്ട്, തണ്ടുണ്ട്, ചിലപ്പോൾ പൂവുണ്ടായിരിക്കും, ചിലപ്പോൾ കായുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ പുറമേ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷന് വേണ്ടി തിരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ആയാലും അനിമൽസിൻ്റെ ആയാലും മോർഫോളജി വെച്ചിട്ടാണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? പ്ലാന്റ്സിനെ ട്രീസ് എന്നും ഷ്രബ്സ് എന്നും ഹെർബ്സ് എന്നും തിരിച്ചു. ട്രീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ മരങ്ങൾ. ഷ്രബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെടികൾ, അതായത് ഒരു വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്ന ചെടികളാണ് ഹെർബുകൾ എന്ന് പറയുന്നത്, ഹെർബ്സ് എന്ന് പറയുന്നത്. ട്രീസൊക്കെ നമുക്കറിയാം വർഷങ്ങൾ കൊണ്ടാണ് ജീവിതകാലം പൂർത്തിയാവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു? പ്ലാന്റ്സിനെ ട്രീസ് എന്നും ഷ്രബ്സ് എന്നും ഹെർബ്സ് എന്നും തരംതിരിച്ചു. അതുപോലെ തന്നെ അനിമൽസിനെ എന്താ ചെയ്തതെന്നറിയോ? ഹി ഓൾസോ ഡിവൈഡഡ് അനിമൽസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. അനിമൽസിനെയും 2 ഗ്രൂപ്പാക്കി. ദോസ് വിച്ച് ഹാഡ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട്. അതായത് ചുവന്ന രക്തമുള്ള ജീവികളെന്നും ചുവന്ന രക്തമില്ലാത്ത ജീവികളെന്നും അനിമൽസിനെ 2ആയിട്ട് തിരിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമുക്കിപ്പോൾ ചുവന്ന രക്തമുള്ള ജീവികളെന്ന് പറയുമ്പോൾ ഇൻസെക്റ്റുകൾ, അതായത് ഷഡ്പദങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ജീവികൾക്കും ചുവന്ന രക്തമാണുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് കരുതി നമുക്ക് ചുവന്ന രക്തമുള്ള ഇപ്പോൾ കാക്ക, പശു, മനുഷ്യൻ, പാമ്പ്, ഇതെല്ലാം ചുവന്ന രക്തമുള്ള ജീവികളല്ലേ? ഇതിനെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഈ പറഞ്ഞ ജീവികളെ? ഇല്ല. കാരണം ഓരോ ജീവികളും വ്യത്യസ്തരാണ് അല്ലേ. അപ്പോൾ നമുക്കൊരിക്കലും ചുവന്ന രക്തമുണ്ട് എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ലാത്തത് കൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. അപ്പോൾ ആദ്യമായിട്ട് വർഗീകരണം അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. പ്ലാന്റ്സിനെ ട്രീസ് എന്നും ഷ്രബ്സ് എന്നും ഹെർബ്സ് എന്നും തിരിച്ചു. അനിമൽസിനെ അതുപോലെ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും 2ആയിട്ട് തിരിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് കാൾ ലിനേയസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. കാൾ ലിനേയസ് ക്ലാസിഫൈഡ് ദ ലിവിങ് വേൾഡ് ഇൻറ്റു 2. ജീവലോകത്തെ അദ്ദേഹം 2ആയി തിരിച്ചു. പ്ലാന്റ് ആൻഡ് അനിമേലിയ. അതായത് പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും തന്നെ, പക്ഷെ പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് അനിമേലിയ ഇങ്ങനെ 2 കിങ്ഡം എന്നാണ് പറയുന്നത്. കാൾ ലിനേയസ് ക്ലാസിഫൈഡ് ദ ലിവിങ് വേൾഡ് ഇൻറ്റു 2, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് കാൾഡ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിനെ 2 കിങ്ഡം വർഗീകരണം എന്നാണ് വിളിക്കുന്നത്. ഓർമ്മയുണ്ടോ 8ാം ക്ലാസ്സിൽ പഠിച്ചത്? ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്, യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. അപ്പോൾ കാൾ ലിനേയസ് ജീവലോകത്തെ 2ആയിട്ട് തിരിച്ചു, പ്ലാന്റ് എന്നും അനിമേലിയ എന്നും. പക്ഷേ ഇവിടെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും താണപടിയിലുള്ള പ്ലാന്റ്സ് മുതൽ ഏറ്റവും വലിയ മരങ്ങൾ വരെ വരുവാണ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ തന്നെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. എന്താണ് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ കോശം മാത്രമല്ല, ഏകകോശം എന്ന് പറയും. ഏകകോശ സസ്യങ്ങളുമുണ്ട്, അതുപോലെ ഏകകോശ ജീവികളുമുണ്ട്. കേട്ടിട്ടില്ലേ? അതാണ് യൂണിസെല്ലാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു തരംതിരിവില്ല ഏതൊക്കെ തമ്മിൽ, യൂകാരിയോട്സ്, പ്രോകാരിയോട്സ്. എന്താണ് യൂകാരിയോട്ടും പ്രോകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം? പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. യൂണിസെല്ലാർ ഓർഗാനിസം ആണ്, പക്ഷേ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി യൂകാരിയോട്സ് ഉണ്ട്. യൂണിസെല്ലാർ ഓർഗാനിസംസ്
വിത്ത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അതിൽ യൂണിസെല്ലാർ മാത്രമല്ല വരുന്നത്, യൂക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൾട്ടി സെല്ലാറും വരും. ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികളും വരും യൂക്യാരിയോട്സിൽ. അതുപോലെ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് ഉണ്ട്, നോൺ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പച്ച നിറത്തിലുള്ള എല്ലാ പ്ലാന്റ്സും ഫോട്ടോസിന്തറ്റിക്. എന്താ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ? പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് കഴിവില്ലാത്ത ജീവികളില്ലേ, ഓർഗാനിസങ്ങളില്ലേ, അപ്പോൾ അതിനെ ഒരു വേർതിരിവ് നടത്തിയിട്ടില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. കാൾ ലിനേയസിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല? ദർ ഈസ് നോ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ prokaryotes, eukaryotes, unicellular and multicellular organisms, photosynthetic and non-photosynthetic organisms. Classification of organisms into plants and animals was easily done and was easy to understand, but a large number of organisms did not fall into either category. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷനൊക്കെ കുഴപ്പമില്ല, പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും രണ്ടായിട്ട് തിരിച്ചു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, എല്ലാ ഓർഗാനിസങ്ങളെയും ഉൾപ്പെടുത്തിയ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല ഇത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, താഴോട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. Hence, the two kingdom classification used for a long time was found inadequate. അപ്പോൾ നമുക്ക് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? A need also felt for including besides gross morphology, other characteristics like cell structure, nature of cell wall, mode of nutrition, habitat, മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എക്സെട്ര. പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞു അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ മോർഫോളജിയുടെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. അതായത് എക്സ്റ്റേണൽ അപ്പിയറൻസ്, പുറമേ കാണുന്ന സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ടാണ് പ്ലാന്റ്സിനെ ട്രീസ് എന്നും ഷ്രബ് എന്നും ഹെർബ് എന്നും തിരിച്ചത്. പക്ഷെ അങ്ങനെ ആ ഒരു ക്ലാസിഫിക്കേഷന് എന്തല്ല, ഒരു സയൻറ്റിഫിക് മെത്തേഡല്ല. അതേപോലെ കാൾ ലിനേയസ് ചെയ്തതും ഈസിയാണ്, പക്ഷെ അവിടെയും എന്തില്ല, ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല. പ്ലാന്റ്സ് തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, നോൺ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, യൂണിസെല്ലാർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ മൾട്ടി സെല്ലർ പ്ലാന്റ്സ് ഉണ്ട്, പ്രോകാരിയോട്ട് ഉണ്ട്, യൂകാരിയോട്ട്. അങ്ങനെ ഒരു തരംതിരിവൊന്നും എവിടെ നടത്തിയിട്ടില്ല, ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നടത്തിയിട്ടില്ല. വെറുതെ പ്ലാന്റ്, അനിമേലിയ, അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ബേസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ മോർഫോളജി മാത്രമല്ലല്ലോ, ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമല്ലല്ലോ അതിനെ നമ്മൾ ഒരു ക്യാരക്ടറായിട്ട് തിരഞ്ഞെടുക്കാനുള്ളത്. അവിടെ സെൽ സ്ട്രക്ചർ, കോശത്തിൻ്റെ ഘടന, ന്യൂക്ലിയസ് ഉണ്ടോ ന്യൂക്ലിയസ് ഇല്ലേ എന്നുള്ള ആ പ്രത്യേകത, അതുപോലെ നേച്ചർ ഓഫ് സെൽ വാൾ, കോശഭിത്തിയുടെ പ്രത്യേകത, മോഡ് ഓഫ് ന്യൂട്രിഷൻ, ആഹാരം സമ്പാദിക്കുന്ന രീതി, അതിൻ്റെ ആഹാര രീതി, അതുപോലെ ഹാബിറ്റാറ്റ്, അത് വസിക്കുന്ന സ്ഥലം, മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദന മാർഗങ്ങൾ, എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് പരിണാമപരമായ ബന്ധങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതുകൂടി പരിഗണിക്കണം. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന ജീവികൾ, പ്ലാന്റ്സും അനിമൽസും, അതുപോലെ ഇപ്പോൾ പ്ലാന്റ് എന്നും അനിമേലിയ എന്നും അല്ലേ നേരത്തെ പറഞ്ഞത്, അത് ആ ഗ്രൂപ്പുകളിൽ മാറ്റമുണ്ടായി. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട്, ഏതൊക്കെ, സെൽ സ്ട്രക്ചർ, നേച്ചർ ഓഫ് സെൽ വാൾ, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ആഹാര രീതി, അതുപോലെ ഹാബിറ്റാറ്റ്, വാസസ്ഥലം,
മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദന രീതികൾ, അതുപോലെ പരിണാമപരമായ ബന്ധങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ രൂപപ്പെടുത്തിയെടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? RH വിറ്റാക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ. RH വിറ്റാക്കർ ക്ലാസിഫൈഡ് ദ ലിവിങ് വേൾഡ് ഇൻടു 5 കിങ്ഡംസ്. ഇദ്ദേഹം ജീവലോകത്തെ 5ആയി തിരിച്ചു. ദാറ്റ് ഈസ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. RH വിറ്റാക്കർ ക്ലാസിഫൈഡ് ദ ലിവിങ് വേൾഡ് ഇൻടു 5 കിങ്ഡംസ്. RH വിറ്റാക്കർ എന്ത് ചെയ്തു? ജീവലോകത്തെ 5 കിങ്ഡങ്ങളായി തിരിച്ചു. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡങ്ങൾ. The main criteria for classification used by him include the cell structure, thallus organization, mode of nutrition, reproduction and phylogenetic relationship. അപ്പോൾ ഇദ്ദേഹം ഇവിടെ തിരഞ്ഞെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരം ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടി ഇദ്ദേഹം തിരഞ്ഞെടുത്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സെൽ സ്ട്രക്ചർ, കോശത്തിൻ്റെ ഘടന, താലസ് ഓർഗനൈസേഷൻ. താലസ് എന്ന് പറഞ്ഞാൽ താണപടിയിലുള്ള പ്ലാന്റ്സിൻ്റെ ആ ബോഡിക്ക് പറയുന്ന പേരാണ് താലസ് എന്ന്. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രിഷൻ, പോഷണ രീതി, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് പരിണാമപരമായ ബന്ധങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു 5 കിങ്ഡം വർഗീകരണം രീതി ആവിഷ്കരിച്ചത്. അപ്പോൾ മുന്നേ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലൊന്നും താണപടിയിലുള്ള ജീവികളെയൊന്നും ഉൾപ്പെടുത്തി കണ്ടില്ല. പ്ലാന്റ്സ് എന്ന് പറഞ്ഞു പോയതല്ലേ ഉള്ളൂ. ഇൻ ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഫേൺസ്, ജിംനോസ്പേം, ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് അതർ ആൻജിയോസ്പേംസ്, അതുപോലെ ഫഞ്ചൈ, മോസസ്, ഇതിനെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയില്ല. മൊത്തം പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റേ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും താണപടിയിലുള്ള ആൽഗകൾ, ആൽഗെ മുതൽ ആൻജിയോസ്പേംസ് വരെ, ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുവരെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയൊന്നും പ്രത്യേകിച്ചൊരു സ്ഥാനം കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ ഈ 5 കിങ്ഡം വർഗീകരണത്തിലാണെങ്കിൽ ഇവയ്ക്കെല്ലാം തന്നെ വളരെ വ്യക്തമായ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫംഗസുകൾ, ഫഞ്ചൈ എന്ന് കേട്ടിട്ടില്ലേ, ഫംഗസ്. ഈ ഫംഗസുകൾക്കും മറ്റുള്ള വർഗീകരണങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ 2 കിങ്ഡം വർഗീകരണത്തിൽ അല്ലെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലൊന്നും പ്രത്യേകിച്ചൊരു സ്ഥാനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 5 കിങ്ഡം വർഗീകരണത്തിൽ അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഫംഗസുകൾക്ക് പ്രത്യേകിച്ചൊരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ള അതായത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. കാരണം അറിയാലോ, നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുക, അത് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനുള്ള കഴിവുണ്ട്. എന്നാൽ ഫംഗസുകൾക്ക് പ്രകാശ സംശ്ലേഷണത്തിനുള്ള കഴിവില്ല, കാരണം പച്ച നിറമില്ലാത്തതുകൊണ്ട്. അതുമാത്രമല്ല, പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫംഗസുകളുടെ സെൽ വോൾ എന്ന് പറയുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൈറ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം. എന്നാൽ മറ്റുള്ള ഗ്രീൻ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ഹരിതസസ്യങ്ങളുടെ കോശഭിത്തി എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഫംഗസിനെ എന്ത് ചെയ്തേക്കുന്നത്, ഒരു പ്രത്യേക പൊസിഷൻ കൊടുത്ത് കിങ്ഡം ഫഞ്ചൈ
എന്നാണ് പറയുന്നത്, കിങ്ഡം ഫഞ്ചൈ. അപ്പോൾ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 3ാമത്തെ കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. അതുപോലെ എല്ലാ പ്രോക്യാരിയോട്ടുകളെയും കിങ്ഡം മൊണീറയ്ക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗെദർ അണ്ടർ കിങ്ഡം മൊണീറ. അപ്പോൾ എല്ലാ പ്രോക്യാരിയോട്ടുകളെ, എന്താണ് പ്രോക്യാരിയോട്ട് നേരത്തെ പറഞ്ഞായിരുന്നു. പ്രോക്യാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലാർ ഓർഗാനിസംസ് വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആർ കാൾഡ് പ്രോക്യാരിയോട്ട്. അപ്പോൾ ആ പ്രോക്യാരിയോട്ടുകളെ എല്ലാം കൂടി ഒരൊറ്റ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒറ്റ കിങ്ഡമാക്കി കിങ്ഡം മൊണീറ. അതുപോലെ എല്ലാ യൂണിസെല്ലാർ യൂക്യാരിയോട്ടുകളെയും കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കകത്ത്. യൂണിസെല്ലാർ യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ? യൂണിസെല്ലാർ ഓർഗാനിസംസ് വിത്ത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് ഉള്ള എല്ലാ ഏകകോശ ജീവികളെയും കൂടി വേറൊരു കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ പ്രോട്ടിസ്റ്റ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നിനും വളരെ വ്യക്തമായ ഓരോ പൊസിഷൻ കൊടുത്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, ഇതിനെ 3നെയും കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ ആൻഡ് ഫഞ്ചൈ ഓഫ് വിറ്റാക്കേഴ്സ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ എന്നിവയെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് മൊണീറയാണ്. വി വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കിങ്ഡം മൊണീറ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.